ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുൻപായിട്ട് ആദ്യം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ഒന്ന് നോക്കാം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. ഈ മൈനസ് സൈൻ വരുന്നത് സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഡിഫറൻസിയേഷൻ്റെ ഇടയിൽ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ്സ് ആവശ്യം വരും. അതുകൊണ്ടാണ് ആദ്യം അത് പറഞ്ഞത്. ഇനി നമുക്ക് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ നോക്കാം. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എക്സ്പ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ്. അതായത് y ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് എക്സ്. ഈ ഫോർമാറ്റിൽ y ആണ് അവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. വൈനെ ഇൻ ടേംസ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷനായിട്ട് y എന്നുള്ളൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ളത് എക്സ്പ്ലിസിറ്റ് നൊട്ടേഷനിൽ ഇങ്ങനെയാണ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നത്. ഇനി ഇംപ്ലിസിറ്റ് ഫോമിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം സി. y എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നെയാണ്. പക്ഷേ എക്സ്പ്ലിസിറ്റ്ലി y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള ഫോർമാറ്റിലല്ല നൊട്ടേഷൻ എന്നുണ്ടെങ്കിൽ, പക്ഷേ y തന്നെയാണ് അവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഈ രീതിയിൽ ഇംപ്ലിസിറ്റ്ലി വൈനെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ കേസിൽ ഡെറിവേറ്റീവ്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ്, അതായത് dy/dx കണ്ടുപിടിക്കുവാനുള്ള മെത്തേഡാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസിലൂടെ അത് നോക്കാം. ആദ്യം ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് y² ഈക്വൽ ടു എക്സ് ആണെങ്കിൽ y ഈക്വൽ ടു ഇത് നമുക്ക് y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ സോൾവ് ചെയ്ത് എടുക്കാവുന്നതാണ്. y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് എക്സ് എന്ന് കിട്ടും. സോ രണ്ട് കേസ് ഉണ്ട്. y ഈക്വൽ ടു റൂട്ട് എക്സും അതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതുപോലെ y ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സും. ഇപ്പോൾ രണ്ട് കേസായിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്നുള്ള മെത്തേഡിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു വരുന്നതൊന്ന് കാണിക്കുന്നതാണ്. ഇവിടെ dy/dx കാണുമ്പോൾ നമുക്കറിയാം റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. സോ ഇവിടെ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ y ആണ്. സോ 1/2 ഇൻറ്റു y. ഇവിടെ dy/dx മൈനസ് സൈൻ ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. മൈനസ് 1/2 റൂട്ട് എക്സ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 1/2 ഇൻറ്റു റൂട്ട് മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് 1/2y തന്നെയാണ്. സോ രണ്ട് കേസിൽ നമുക്ക് ഡെറിവേറ്റീവ് dy/dx കിട്ടുന്നത് 1/2y എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇൻ ടേംസ് ഓഫ് എക്സ് എലോൺ എന്നുള്ള രീതിയിലല്ല, അത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. രണ്ട് കേസിൽ ഒന്നിലെ 1/2 റൂട്ട് എക്സും മറ്റേതിലെ മൈനസ് 1/2 റൂട്ട് എക്സും. ഇനി ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ്റെ ഐഡിയയിലേക്ക് വരാം. ഇങ്ങനെയുള്ള കേസിൽ y എന്നുള്ളത് ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. സോ നമ്മൾ നേരത്തെ ചെയിൻ റൂൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ചെയിൻ റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ യു ഓഫ് എക്സിൻ്റെ പ്ലേസിൽ y ഓഫ് എക്സ് y എന്നുള്ളൊരു ഫങ്ഷൻ ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കാം y² ഈക്വൽ ടു എക്സ് ആണ്. ഇങ്ങനെ എല്ലാ കേസിലും y എന്നുള്ളത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ എളുപ്പമല്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ y² പ്ലസ് y³ ഈക്വൽ ടു സം x² മൈനസ് 2y. ഇതിൽ നിന്നും y സിംപ്ലിഫൈ ചെയ്ത് y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ എന്നുള്ള രീതിയിൽ എക്സ്പ്ലിസിറ്റ്ലി സോൾവ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഇനി dy/dx കാണാൻ വേണ്ടിയിട്ട് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുന്ന വഴി പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ ഒരു യു ഓഫ് എക്സ്, സോ y ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാണ് ആദ്യത്തെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ യു ഓഫ് എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് n ഇൻറ്റു യു റേസ് ടു n-1, അതായത് യു ഓഫ് എക്സ് റേസ് ടു n-1 ഇൻറ്റു du/dx ആണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ y² ആണ്. സോ എന്നിൻ്റെ പ്ലേസിൽ 2 ആണ്. യുവിൻ്റെ പ്ലേസിൽ ഇവിടെ y ഓഫ് എക്സ് ആയെന്ന് മാത്രം. 2 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ 2 ഇൻറ്റു y. ദെൻ du/dxന് പകരം ഇവിടെ dy/dx ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈക്വൽ ടു
രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് 1 ആണ്. ഇനി dy/dx മാത്രം ഇവിടെ നിർത്തുക. ബാക്കിയുള്ള ടേംസ് എല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ dy/dx ഈക്വൽ ടു 1/2y എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് നേരത്തെയും കിട്ടിയത്. അപ്പോൾ ഇവിടെ എത്ര ആലോചിച്ചാൽ മതി, y ടൈംസിനെ എക്സ് ടൈംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കരുതുക. x² ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ y² 2y ആണ്. y ടൈംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു dy/dx കൂടി വേണമെന്നുള്ളത് ഓർക്കുക. y ടൈംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ മാത്രം. അത് ഞാൻ എന്തുകൊണ്ട് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു എന്നുള്ളത് വേറൊരു എക്സാമ്പിളിൽ ഞാൻ കാണിക്കാം. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് റൈറ്റ് സൈഡിൽ ചെയ്യുമ്പോൾ 1 ആണ്. ദെൻ dy/dx ഉള്ള, അപ്പോൾ ഇതിലാകെ ഒരു ടൈമേ ഉള്ളൂ. dy/dx ഉള്ള ടൈംസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. ബാക്കി ടൈംസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് dy/dx അതിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഞാൻ അവിടെ എഴുതിയിട്ടുള്ള ഫംഗ്ഷൻ്റെ കേസിൽ ചെയ്യാം. ഫൈൻഡ് dy/dx തന്നെയാണ് y³ plus y² plus y³ ഈക്വൽ ടു x² - 2y. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ y² ഡെറിവേറ്റീവ് രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ജസ്റ്റ് ഷോർട്ടായിട്ട് എഴുതിയെന്ന് മാത്രം. y² 2y y ടൈമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻറ്റു dy/dx കൂടി അവിടെ വേണം. പ്ലസ് y³ x³ 3x² അതുപോലെ 3y² dy/dx ഈക്വൽ ടു x² 2x മൈനസ് 2 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. y ടൈംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻറ്റു ഒരു dy/dx കൂടി അവിടെ വേണം. ഇനി dy/dx വരുന്ന ടൈംസ് ഇവിടെയും കൂടി ഉണ്ട്. അതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ 2y dy/dx പ്ലസ് 3y² dy/dx പ്ലസ് 2 dy/dx ഈക്വൽ ടു 2x. ഇനി ഇതിൽ നിന്നും dy/dx കോമൺ ആയിട്ട് എടുക്കുക. dy/dx കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ബാക്കി 2y, ഇവിടെ 3y² പ്ലസ് 2 ഈക്വൽ ടു 2x. ദെൻ dy/dx എന്താണെന്ന് കാണാൻ ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. dy/dx ഈക്വൽ ടു 2x/2y പ്ലസ് 3y² പ്ലസ് 2. ഇവിടെ dy/dx ഇതാണ് വരുന്നത്. ഒന്നിൽ കൂടുതൽ ടേംസ് വരുന്നത് ഒരു എക്സാമ്പിൾ ആദ്യം പറഞ്ഞു എന്ന് മാത്രം. ഇനി ഒരു അപ്ലിക്കേഷൻ ലെവലിലൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സർക്കിൾ x² plus y² equal to 25 at the point 3, -4. നമുക്കറിയാം സ്ലോപ്പ് കാണാൻ dy/dx ആണ് കാണേണ്ടത്. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ dy/dx കാണുമ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സ് എലോൺ ആണ് വരാറ്. അപ്പോൾ അവിടെ എക്സിന് പകരം എക്സിൻ്റെ വാല്യൂ മാത്രം നമുക്ക് അവിടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് റീപ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് dy/dx എന്തായാലും കണ്ടുപിടിക്കുവാൻ സാധിക്കും. അപ്പോൾ അതാണ് സ്ലോപ്പ്. ആ പോയിന്റിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യം. ഇവിടെ dy/dx കാണുമ്പോൾ അവിടെ എക്സ് ടൈംസ് മാത്രം ആവില്ല, വൈ ടൈംസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് dy/dx കാണുക. എന്നിട്ട് അതിൽ എക്സിന് പകരം 3 എന്ന് കൊടുക്കുക, വൈക്ക് പകരം -4 എന്ന് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ലോപ്പായി. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. x² 2x ആണ്, y² 2y dy/dx. ദെൻ 25 ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അവിടെ റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് ഇതിനെ 2 ഇൻറ്റു 2 കോമൺ ആയിട്ട് എടുത്തിട്ട് 2 ഇൻറ്റു y dy/dx ഈക്വൽ ടു 0. 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. 0/2 0 ആണ്. ഇതിൽ നിന്നും y dy/dx ഇല്ലാത്ത ടേംസ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. -x 2 ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ആദ്യം തന്നെ. ഇനി dy/dx ഈക്വൽ ടു
മൈനസ് എക്സ് ബൈ വൈ. ഇപ്പോൾ ജനറലി അതിൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് തന്നിട്ടുള്ള പോയിന്റിൽ ഇതാണ് സ്ലോപ്പ് അറ്റ് ദി പോയിന്റ് 3,-4. അപ്പോൾ ഇതിൽ എക്സിന് പകരം 3 എന്ന് കൊടുക്കുക. സോ -3 വൈക്ക് പകരം -4. സോ 3/4 എന്ന് കിട്ടും. ഇതാണ് ആ സർക്കിളിലെ തന്നിട്ടുള്ള പോയിന്റിലെ സ്ലോപ്പ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് dy/dx if 2y = x² plus sin y. അപ്പോൾ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്തത് കൊണ്ട് ഒരു dy/dx x²ൻ്റെ 2x ആണ്. സൈൻ വൈയുടെ കോസ് വൈ ഇൻറ്റു dy/dx വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്തത് കൊണ്ട്. ഇനി ഇവിടെ 2dy/dx മൈനസ് കോസ് വൈ dy/dx ഈക്വൽ ടു 2x. dy/dx വരുന്ന ടേംസിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി dy/dx കോമൺ ആയിട്ട് എടുക്കുക. 2 മൈനസ് കോസ് വൈ ഈക്വൽ ടു 2x. ദെൻ dy/dx ഈക്വൽ ടു 2x ബൈ 2 മൈനസ് കോസ് വൈ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ കാണാം. ഫൈൻഡ് dy/dx if x² y² plus x³ plus xy equal to sin x. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ നോക്കുക, x² ഇൻറ്റു y² ആണ്. y എന്നുള്ളത് ഏതോ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. y എന്നുള്ളത് ഏതോ ഒരു ഫംഗ്ഷൻ, അത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ ഇവിടെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു മറ്റൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ഈ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² ഫസ്റ്റ് ഫംഗ്ഷനും y² സെക്കൻഡ് ഫംഗ്ഷനും. അപ്പോൾ അവിടെ y² ഡെറിവേറ്റീവ് ആണ് കാണുന്നത്. സോ 2y ഇൻറ്റു dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു y² ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x ആണ്. അവിടെ നമ്മൾ dy/dx എഴുതേണ്ട ആവശ്യമില്ല, കാരണം y ടേംസിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് dy/dxൻ്റെ ആവശ്യമില്ല. ഇനി x³ 3x², വീണ്ടും നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെ. എക്സും ഫംഗ്ഷൻ ഓഫ് എക്സും ആണ്, പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ വൈയുടെ 1ഉം ഒരു dy/dxഉം വൈ ടൈംസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു dy/dx പ്ലസ്. അപ്പോൾ ഇത് രണ്ടും ഫസ്റ്റ് ടൈമിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ഇത് സെക്കൻഡ് ടൈമിൻ്റെ ഡെറിവേറ്റീവ്. ഇനി എഴുതാൻ പോകുന്നത് തേർഡ് ടൈമിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു dy/dx പ്ലസ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അവിടെ dy/dxൻ്റെ ആവശ്യമില്ല, വൈ ടൈംസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടില്ല. ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കോസ് എക്സ്. ഇനി ഇവിടെ dy/dx വരുന്ന ടേംസ് 2x² ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x² dy/dx പ്ലസ് ഇനി വരുന്നത് ഇവിടെയാണ് എക്സ് dy/dx. ഇനി ബാക്കി 3 ടേംസിലും dy/dx ഇല്ലാത്തത് കൊണ്ട് അതെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഓൾറെഡി കോസ് എക്സ് ഉണ്ട്. മൈനസ് 2xy² ഈ ടേം മൈനസ് 3x² ഈ ടേം മൈനസ് ഈ ഒരു ടേം y. ഇനി ഇവിടെ നിന്നും dy/dx കോമൺ ആയിട്ട് എടുക്കുക. 2x² പ്ലസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 2xy² മൈനസ് 3x² മൈനസ് y. സോ dy/dx ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 2xy² മൈനസ് 3x² മൈനസ് y all divided by
2x² y പ്ലസ് എക്സ്. ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, dy/dx. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും പ്രൊഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷനിൽ y ടൈംസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നിടത്ത് മാത്രം dy/dx എഴുതുന്നത് ശ്രദ്ധിക്കുക.